എല്ലാവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ദേവി ഭക്തന്മാരാണ്, ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നവരാണ്. നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ നാമം തെറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേവി നാമം ജപിക്കേണ്ടത് എങ്ങനെ? ജപം പകുതിയിൽ വെച്ച് നിന്നുപോയാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? ഇത് രാവിലെ നമ്മൾ നിത്യമായിട്ട് ചൊല്ലുന്ന എന്തെങ്കിലും പ്രാർത്ഥന അത് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? ചിട്ടകളൊക്കെ അറിയാതെ കുറേ നാളായിട്ട് ചില സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്നു, ഇത് കാരണം എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാകുമോ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ എല്ലാ ദേവീ ഭക്തന്മാരുടെ മനസ്സിലും വരാറുണ്ട്, എൻ്റെ മനസ്സിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഏതൊരു ജപവും തുടങ്ങുന്നത് ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങിയാണ്. ഇങ്ങനെ തന്നെ വേണമെന്ന പല ആചാര്യന്മാരും പറയാറുമുണ്ട്. എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ചെയ്യാവുന്ന ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് സൗകര്യപ്രദമായ ഇഷ്ടമുള്ള ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ദേവിയെ നമസ്കരിച്ച ശേഷം ജപം തുടങ്ങുക എന്നാണ്. നമ്മൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ, നമ്മൾ വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ പൂജിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രമൊക്കെയാണ് നമ്മൾ ചൊല്ലുന്നത്. എന്നാൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രമാണ് ദേവീക്ഷേത്രത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലത് എത്ര തവണ ഉരുവിട്ടാലും അത് മതി വരില്ല. അമ്മയെ നമ്മൾ വിളിച്ചതിനനുസരിച്ച് അമ്മ നമ്മളിൽ സംപ്രീതിയാവുകയാണ് ഇവിടെ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് തീർച്ചയായിട്ടും ഏതൊരു ദേവീക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ അമ്മ എന്ന് പറയുന്നത് എത്ര വലിയ ഒരു പദവിയിലായിരുന്നാലും അത് നമ്മുടെ അരികിൽ വരുമ്പോൾ നമ്മുടെ അമ്മ മാത്രമാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ അമ്മ, എൻ്റെ അമ്മ അല്ലെങ്കിൽ താങ്കളുടെ അമ്മ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മാനേജിങ് ഡയറക്ടറാവാം, ഓഫീസറാകാം, ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നതാകും. പക്ഷേ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ അമ്മയെ നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് വലുപ്പം നോക്കാതെ നമ്മൾ അമ്മയെ അമ്മയായിട്ടാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയോട് നമുക്ക് വാശിയെടുക്കാം, സ്നേഹിക്കാം, പിണങ്ങാം. എത്ര പദവിയിലാണെങ്കിലും അമ്മ നമ്മളോട് ഒരിക്കലും വാശി പിടിക്കുകയോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയോ ചെയ്യുമോ? ഇല്ലല്ലോ. എല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു തരുന്നതാണ് നമ്മുടെ അമ്മ. അപ്പോൾ എന്തിനാണ് നമ്മൾ ജഗത് സ്വരൂപിണിയായ ദേവിയായ അമ്മയെ നമ്മൾ പേടിക്കുന്നത്? ഒരാവശ്യവുമില്ല, പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഏത് നാമവും എങ്ങനെ വേണമെങ്കിലും ദേവീ സ്തുതികളും ഒക്കെ ചൊല്ലിയാൽ അമ്മ ഒരിക്കലും പിണങ്ങുകയില്ല. എല്ലാത്തിൻ്റെയും ആധാരവും സകല സ്നേഹസമ്പന്നയുമാണ് അമ്മ. അപ്പോൾ അമ്മയെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ അവിടെ ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ എത്ര വട്ടം സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നു എന്നതല്ല, എങ്ങനെ ജപിക്കുന്നു എന്നതാണ് ഇവിടെ പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു നാമമാണെങ്കിലും ഒരു ധ്യാന ശ്ലോകമാണെങ്കിൽ പോലും കൂടെ ദേവിയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മാത്രം മതി. നാം അനുഗ്രഹിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ആ ദേവിയുടെ അനുഗ്രഹിക്കുന്ന ഫലം ഉറപ്പായിട്ടും കിട്ടും. ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന ചൊല്ലുന്ന ആ മന്ത്രം 1000-ത്തിലധികം പ്രാവശ്യം ചൊല്ലുന്നതിലല്ല കാര്യം. അത് സ്വന്തം ധർമ്മം കർമ്മം തന്നെയാണ് മുഖ്യം. ആദ്യമേ അതങ്ങ് നിർവഹിക്കണം. തുടർന്ന് ഒരു തവണ മന്ത്രം ചൊല്ലിയാലും അത് ധാരാളമാകും. അതുകൊണ്ട് തന്നെയാണ് ദേവിയുടെ ഉപാസനയും. അതുകൊണ്ട് തന്നെ സ്വന്തം ജോലി കളഞ്ഞ ഉപാസന എന്ന് പറഞ്ഞൊരിക്കലും ആരും ഇരിക്കരുത്. നിത്യജീവിതത്തിലെ കർമ്മങ്ങളെ തന്നെ ദേവിയുടെ ഉപാസനയായിട്ടൊക്കെ നമ്മളങ്ങ് മാറ്റുക. നമ്മൾ ചെയ്യുന്ന ദേവിയുടെ സ്വരൂപം എന്ന് പറയുന്നത് വൈഖരി രൂപമാണ്. അത് വാക്കുകളാണ് ദേവീഭാഗം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ദേവി മന്ത്രം തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നങ്ങോട്ട് വിചാരിക്കുക. ദേവിയെ വിളിക്കുന്നത് ഗുഹ്യരൂപിണി എന്നാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ദേവിയുടെ സ്ഥാനം കൊടുക്കുക. അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന ഭക്ഷണം ദേവിക്കുള്ള നൈവേദ്യമായിട്ട് വിചാരിക്കുക. ക്ഷേത്രേശ്രീ എന്ന ദേവിയെ വിളിക്കുന്നത് ക്ഷേത്രരൂപമായ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എവിടെയായാലും സഞ്ചരിക്കുന്നത് അത് പ്രദക്ഷിണമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനോവാച കർമ്മണ ക്ഷേത്രമായ ശരീരത്തെ എപ്പോഴും നമ്മൾ ശുദ്ധമാക്കി വയ്ക്കുവാനായിട്ട് നോക്കുക. ക്രിയാശക്തി സ്വരൂപിണിയാണ് ദേവി അഥവാ അമ്മ. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ദേവിയുടെ തന്നെ ഇച്ഛയിലാണ് സംഭവിക്കുന്നത്. ബുദ്ധിയായും സ്മൃതിയായും എല്ലാത്തിൻ്റെയും ആധാരമായി നിന്ന് നമ്മുടെ ക്രിയയെ നയിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അമ്മയുടെ പൂജയ്ക്കായിട്ട് തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇതുപോലെ നാം എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം തന്നെ ദേവിയുടെ ഉപാസനയായിട്ട് തന്നെ വിചാരിക്കുക.
അങ്ങനെ നമ്മൾ കരുതി ദേവിയെ വിളിച്ചാൽ നമ്മുടെ ഏത് പ്രാർത്ഥനയും ദേവി കേൾക്കും. അമ്മ തന്നെയാണ് നമ്മുടെ വാക്കായിട്ടും വാണിയായിട്ടും ഒക്കെ നമ്മളിൽ വാണരുളുന്നത്. മനനം ചെയ്യുമ്പോൾ മനസ്വിനിയായി ഇരിക്കുന്നതും അമ്മയാണ്. ജ്ഞാനസ്വരൂപിണിയായിട്ട് നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നതും ആ ജഗത് സ്വരൂപിണിയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിലൂടെ കിടന്ന് നമ്മുടെ മുന്നിൽ അന്നം എത്തിക്കുന്നതും ആ അന്നപൂർണേശ്വരി തന്നെയാണ്. ആ അമ്മയുടെ ഭാവം ഉള്ളിൽ എപ്പോഴും നിലനിർത്തുക എന്നതാണ് ഉപാസന എന്ന് പറയുന്നത്. നാം എപ്പോഴും അനുഭവിക്കുന്ന ആ ദർശനമാണ് പരമാനന്ദമെന്ന് ആചാര്യന്മാർ പറയുന്നത്. ശുദ്ധമായ മനസ്സാണ് അമ്മയ്ക്ക് വേണ്ടത്. അത് കൊടുത്തുകൊണ്ട് ശരണാഗതി ചെയ്യുന്നതെല്ലാം തന്നെ ജഗത് സ്വരൂപിണിയായ അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കുക. ഇത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഉപാസനയായിട്ടും നാം കണക്കാക്കേണ്ടത്. അപ്പോൾ ദേവിയെ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന മന്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ നമ്മളോട് ഉറപ്പായിട്ട് ക്ഷമിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അമ്മയെ വിളിക്കാം, അമ്മയുടെ ഇരിക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, ഏത് സ്തുതി വേണമെങ്കിലും ചൊല്ലാം. തീർച്ചയായിട്ടും ഏതൊരു ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടെ ഉറപ്പായിട്ടും കുറഞ്ഞതൊരു 9 തവണയെങ്കിലും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ചൊല്ലുക. തീർച്ചയായിട്ടും അമ്മ നിങ്ങളിൽ പ്രസന്നവതിയായിത്തീരും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, ഉറപ്പായ കാര്യമാണ്. അത് ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രമാകട്ടെ, ദുർഗാദേവി ക്ഷേത്രമാകട്ടെ, ഭഗവതിയുടെ ക്ഷേത്രമാകട്ടെ, അത് ഏത് ദേവിയാണെങ്കിലും ആ ദേവി ക്ഷേത്രങ്ങളെല്ലാം ഈ മന്ത്രം ചൊല്ലാം. അതിന് യാതൊരു വിലക്കുമില്ല. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും കൊണ്ടുത്തരും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.